ഏവർക്കും നമസ്കാരം. പഞ്ചഗവ്യഘൃതം എണ്ണ തൊട്ട് കുളിക്കാണോ സേവിക്കേണ്ടത്, അതോ സവണ്ടീകരണം അല്ലെങ്കിൽ അടിയന്തരം എന്ന സാങ്കേതിക പദത്തിൽ കർമ്മപദ്ധതിയിലാണോ എന്നുള്ളതാണ് വിഷയം. ഇവിടെ 90% അന്ത്യേഷ്ടിയായി ബന്ധപ്പെട്ട് കർമാനുഷ്ഠിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശരിക്കും ഒരറിവില്ല എന്നുള്ളതാണ് സത്യം. കണ്ടുവരുന്ന അങ്ങനെ തന്നെ. പത്ത് ദിവസം ദശഗാത്ര ബലി പൂർത്തീകരിച്ചതിന് ശേഷം തൈലസ്നാനം ചെയ്ത് പഞ്ചഗവ്യഘൃതം സേവിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കർമ്മങ്ങൾ ആചരിക്കുന്നത്. അശൗചിയും പുല എന്നുള്ളത് മാറണം. പുല മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ദാനം ചെയ്യുന്ന ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടു പ്രമാണങ്ങളുണ്ട്. ഇവിടെ കണ്ടുവരുന്നത്, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിയന്തരം അല്ലെങ്കിൽ സവണ്ടീകരണത്തോടനുബന്ധിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളത്തിൽ പോയി അല്ലെങ്കിൽ സാഗരത്തിൽ പോയി മുങ്ങിയതിന് ശേഷം, പിണ്ട സമർപ്പണത്തിന് ശേഷം പഞ്ചഗവ്യം സേവിക്കുന്നത് കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തികച്ചും അറിവില്ലായ്മയാണത്. പഞ്ചഗവ്യം സേവിക്കുന്നതിന് ദിവസമുണ്ട്. പഞ്ചഗവ്യം സേവിച്ചെങ്കിൽ ആ പുല മാറിയതിന് ശേഷമാണ് സവണ്ടീകരണം നടത്തണം. അല്ല എങ്കിൽ അടിയന്തരത്തിന് കൊടുക്കാം. സവണ്ടി നടത്തുന്നതിന് മുമ്പ് പുലമോക്ഷം വരുത്തിയതിന് ശേഷമാണ് സവണ്ടീകരണം ആചരിക്കുന്നത്. 90% പേരും മുങ്ങിയതിന് ശേഷം വന്നിട്ടാണ് പഞ്ചഗവ്യഘൃതം കൊടുക്കുന്നത്. ഒരു പ്രയോജനവുമില്ല. കർമ്മം വിപുലമാവുകയാണ്. ചെയ്തതെല്ലാം വിപുലമായി. വീണ്ടും ആത്മാവ് ഈ സംസാര ചക്രത്തിൽ വീണ്ടും വന്ന് പിറക്കുകയും മോക്ഷം ലഭിക്കില്ല. അതൊരു ചെറിയ കാര്യം. അങ്ങനെ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു വിശ്വാസാനുസരിച്ച് മോക്ഷം ലഭിക്കാതെ വരും. ഇതൊന്നും അറിയാതെയാണ് പലരും ഈ രംഗത്ത് നിലനിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും വിപ്രൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ, അവരെ നമ്മൾ പല കാര്യത്തിലും കളിയാക്കാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അവർ കൃത്യമാണ്. അതുകൊണ്ടാണ് അവരെ പലരും ആശ്രയിക്കുന്നത്. കാരണം അവർ ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സത്യമാണ്. അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ വിധിയാമണ്ണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ക്ഷേത്ര പൂജയാണെങ്കിലും മറ്റെന്താണെങ്കിലും ശരി, എങ്ങനെയാണോ അത് എഴുതിയിട്ടുള്ളത് അതനുസരിച്ച് അവർ ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഫലമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ തോന്നിയ വാസവം നമുക്ക് അപ്പോൾ തോന്നുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അവരും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. അല്ലെങ്കിൽ അവർ കൈക്കൊള്ളുന്ന ക്ഷേത്രവും നമ്മൾ കൈക്കൊള്ളുന്ന ക്ഷേത്രമായിട്ടൊന്നെടുത്ത് തുലനം ചെയ്ത് നോക്കുക. ശുദ്ധിയും അശുദ്ധിയും മനസ്സിലാവും. ഏവർക്കും നല്ലത് വരട്ടെ. കരിനീലിയമ്മേ സർവ്വപടിമാന മക്കളുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എന്നും ഉണ്ടാകുമാറാകട്ടെ. പഞ്ചമഗുരുദ്രായ വേദാധിപതയെ പരമേശ്വര ഭഗവത്പാദപത്മം ശിരസാ നമാമി.